ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ശുദ്ധീകരാത്മാക്കൾക്കായിട്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മക്കൾ എന്തൊക്കെ ചെയ്യണം, അവർക്ക് എന്ത് ചെയ്താലാണ് ഫലം കിട്ടുക, അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഗ്രിഗോറിയൻ കുർബാന ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്നത്. അവർക്ക് ഏറ്റവും അധികം ആശ്വാസം കിട്ടുന്ന ഒരു ഭക്തകൃത്യമാണ് പരിശുദ്ധ കുർബാന അവർക്ക് വേണ്ടി അർപ്പിക്കുക. നമുക്കറിയാം, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പരിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു പ്രാർത്ഥനയില്ല, ഒരു പരിത്യാഗമില്ല, ഒരു കാഴ്ചവയ്പ്പുമില്ല. പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈശോയുടെ തിരുരക്തം ഒഴുകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രിഗോറിയൻ കുർബാന ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്നത്. ഈ ഗ്രിഗോറിയൻ കുർബാന എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പലരും ഇപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പണ്ട് വ്യക്തമായിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാനത് പൊതുവായിട്ട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ ഗ്രിഗറി എന്ന ഒരു വിശുദ്ധ ഗ്രിഗറി എന്ന് പറയുന്ന ഈ വിശുദ്ധനാണ് ഗ്രിഗോറിയൻ കുർബാനയെ കുറിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആള്. ഈ ഗ്രിഗറിയൻ കുർബാന എന്ന് പറഞ്ഞാൽ 30 ദിവസം ഒരാത്മാവിന് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക. അത് ഒരു പുരോഹിതൻ തന്നെയാണ് അർപ്പിക്കുന്നത്. സാധാരണ ഒരു അൾത്താരയിൽ നിന്ന് ഒരു പുരോഹിതൻ 30 ദിവസം തുടർച്ചയായി ഈ ആത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു രീതിയാണ് ഗ്രിഗോറിയൻ കുർബാന. ഇത് തുടങ്ങി വെച്ചത് വിശുദ്ധ ഗ്രിഗറി ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വിശുദ്ധ ഗ്രിഗറി ഒരു മാർപ്പാപ്പിയായിരുന്നു. 590 മുതൽ 604 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം മാർപ്പാപ്പയായിരുന്നത്. വിശുദ്ധ ഗ്രിഗറി ഈ രീതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഗ്രിഗോറിയൻ കുർബാന എന്ന പേര് വന്നിട്ടുള്ളത്. ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കുക മരിച്ചു പോയവർക്കാണ് കേട്ടോ, ജീവിച്ചിരിക്കുന്നവർക്ക് അർപ്പിക്കുന്നതല്ല ഈ ഗ്രിഗോറിയൻ കുർബാന. ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സന്യാസിക്ക് വേണ്ടി തുടർച്ചയായി 30-ലധികം ദിവസം വിശുദ്ധ ഗ്രിഗറി കുർബാന അർപ്പിച്ചു. ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സന്യാസിക്ക് വേണ്ടി. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് വിശുദ്ധ ഗ്രിഗറി 30 ദിവസം ആ സന്യാസിക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു. 30ാമത്തെ കുർബാന തീർന്നപ്പോൾ ഈ മരിച്ച വ്യക്തി ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നോ, ഒരു ഡോക്ടർ കൂടിയായ ഒരു സഹോദരന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഡോക്ടറാണ്, അദ്ദേഹം ഈ മരിച്ച വ്യക്തിയെ സഹായിച്ചിരുന്ന ആളാണ്. ആ സഹായിച്ചിരുന്ന ആളോട് പോയിട്ട് മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട് ആ സഹായിച്ചിരുന്ന ആ ഡോക്ടറോട് പറഞ്ഞു, ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചിതനായി എന്ന് അറിയിച്ചു. അപ്പോൾ ഈ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ ഇത് ഈ സഹോദരന് വേണ്ടി, ഈ സന്യാസിക്ക് വേണ്ടി 30 കുർബാന അർപ്പിച്ചിരുന്നു എന്ന കാര്യം ഈ ഡോക്ടർ അറിഞ്ഞിട്ടില്ല. ഈ കാര്യം അറിഞ്ഞിട്ടില്ല. വിശുദ്ധ ഗ്രിഗറി ഇത് രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് 30 കുർബാന അർപ്പിച്ചു, ആ ആത്മാവ് രക്ഷപ്പെടാൻ, അത്രയേ ഉള്ളൂ. പക്ഷെ ആ സഹോദരൻ അത് അറിഞ്ഞിട്ടില്ല. ഈ 30 കുർബാന അർപ്പിച്ചപ്പോൾ ഈ മരിച്ച സന്യാസിക്ക് വിടുതൽ കിട്ടി. ആ വിടുതൽ ചെന്ന് പറയുന്നത് ഗ്രിഗറി മാർപ്പാപ്പയോടല്ല, ആ ആത്മാവിനെ പണ്ട് സഹായിച്ചിരുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്. അങ്ങനെ വിശുദ്ധ ഗ്രിഗറിക്കും പിന്നീട് ഇദ്ദേഹം സ്വർഗപ്രാപ്തി ലഭിച്ചു, നല്ല സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതിൻ്റെ തെളിവ് കിട്ടിയെന്ന്. അന്ന് മുതലാണ് ഈ 30 കുർബാന ഒരാത്മാവിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു പതിവ് തുടങ്ങിയത്. ഇത് വിശുദ്ധ ഗ്രിഗറി പ്രോത്സാഹിപ്പിച്ചിരുന്നു. മരിച്ച വ്യക്തിയുടെ ആത്മാവ്
ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡകളിൽ നിന്നും ദൈവകരുണയാൽ മോചനം നേടണം എന്ന നിയോഗത്തിൽ തന്നെ 30 കുർബാനകൾ തുടർച്ചയായി അർപ്പിക്കുന്നതാണ് ഗ്രിഗോറിയൻ കുർബാന. ഇതുപോലെ തന്നെ വിശുദ്ധ വിൻസെന്റ് ഫെററും തൻ്റെ സഹോദരിക്ക് വേണ്ടി തുടർച്ചയായി 30 കുർബാനകൾ അർപ്പിച്ചപ്പോൾ അവൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് മോചിക്കപ്പെട്ടു എന്ന് വിശുദ്ധനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കഴിയുമെങ്കിൽ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ഇതിന് ചെലവുണ്ട്. ചെലവ് എന്ന് പറഞ്ഞാൽ വലിയ ചെലവൊന്നുമല്ല. ഒരു പുരോഹിതൻ ഒരു ദിവസം ഒരാൾക്ക് ഇരുന്ന് കുർബാന അർപ്പിക്കുകയല്ലേ, അതിൻ്റെ ചെലവുകൾ ഉണ്ടാവുമല്ലോ. എണ്ണ, വീഞ്ഞ്, കറണ്ട്, അങ്ങനത്തെ അതിനൊക്കെ നിശ്ചയിച്ച് ഒരു നിശ്ചിത സംഖ്യ ഒരു ദിവസത്തേക്ക്, അത് 200 300 അങ്ങനെ ഒരു ദിവസത്തേക്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു 30 ദിവസത്തേക്ക് ആകുമ്പോൾ ഒരു 9,000 രൂപ ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ 9,000 രൂപയോ അല്ലെങ്കിൽ 7,000 രൂപയോ ഒക്കെ കൊടുത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മോചിക്കപ്പെടും എന്നാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടുള്ള സ്നേഹമുള്ളവർ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആളുകളെല്ലാം പരക്കം പായാണ് ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ദരിദ്രരാണെങ്കിൽ ഇതുപോലെ പാഞ്ഞു നടന്ന് ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കണമെന്നില്ല. അത്രയും കുർബാനകൾ ഭയഭക്തിയോടെ യോഗ്യതയോടെ ഈ ആത്മാവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് കാഴ്ചവെച്ചാലും ഈ ആത്മാവ് അതൊരു വലിയ ബോധ്യമാണ്. ചിലരൊക്കെ പാവങ്ങൾ ഇങ്ങനെ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കണം എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മൾ ദരിദ്രരാണെങ്കിൽ ഉടുക്കാനും ഉണ്ണാനും പൈസയില്ലാത്തവർ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വേണ്ടി കടം വാങ്ങി ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരുങ്ങി ഈ ഒരു നിയോഗം വെച്ച് നമ്മുടെ ആത്മാവിനെ എങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കും, ഇവർക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ ദാഹിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുന്നുവോ, എന്നിട്ട് യോഗ്യതയോടുകൂടെ ഈ കുർബാന അർപ്പിച്ചാൽ നമ്മുടെ കുറവുകളൊക്കെ നികത്തി ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം കൊണ്ടുപോയിട്ട് ഈ കുർബാനകൾ 30 അധികം അർപ്പിച്ചാൽ അവിടെ വിടുതൽ കിട്ടും. ഇത് എന്തുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ, ഗ്രിഗോറിയൻ കുർബാനയുടെ പേരിൽ കുറേ അപകടങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതായത് ഓരോ സ്ഥലത്ത് ചെന്ന് ഒരു സഹോദരനോ ഒരു സഹോദരിയോ ബ്രദറെന്നോ സിസ്റ്ററെന്നോ വിളിക്കും. ഒരു ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പൂർവികരുടെ ശാപമുണ്ട്. ശാപം എന്ന വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരുടെ വീട്ടിലും പൂർവികർ പാപം ചെയ്തവരാണ്. എല്ലാവരുടെ വീട്ടിലും പൂർവികരുടെ പാപത്തിൻ്റെ അലയടികൾ ഉള്ളവരാണ്. കാരണം ഏത് പൂർവികരാണ് പാപം ചെയ്യാതെ മരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് നിങ്ങളിത് നന്നായി ശ്രദ്ധയോടെ കേട്ട് സത്യം മനസ്സിലാക്കണം. എല്ലാ പൂർവികരും പാപം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏത് വീട്ടിലാണ് സഹനങ്ങളില്ലാത്തത്? ഇന്ന് ഏത് വീട്ടിലാണ് ക്യാൻസർ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗമില്ലാത്തത്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരുണ്ട്, അതല്ലെങ്കിൽ ആത്മഹത്യ നടക്കുന്നവരുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും ഇതാണ് നടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പൂർവീകരുടെ പാപമാണെന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. എല്ലാത്തിനും ഒരേ വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല. 2-ലധികം 3-ലധികം 4-ലധികം ആളുകൾക്ക് ഒരു വീട്ടിൽ ഒരേ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് തലമുറയിൽ എന്തോ പ്രശ്നമുണ്ട്. അന്യദൈവ ആരാധനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും. പണ്ട് കാലത്ത് നമ്മുടെ തലമുറയിലുള്ളവർക്കൊന്നും വലിയ വിവരമൊന്നുമില്ല. അവർ കാര്യങ്ങൾ നടക്കാൻ പലതും ചെയ്തിട്ടുണ്ടാകാം, വ്യഭിചാരം ചെയ്തിട്ടുണ്ടാകാം, അവർ മാപ്പും പറഞ്ഞിട്ടുണ്ടാകില്ല. അപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ തലമുറയിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ഉള്ളൊരുക്കി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ബ്രദർ വേഷം കെട്ടുന്നവരും സിസ്റ്റർ വേഷം കെട്ടുന്ന അൽമായരായാലും ആരായാലും പോയിട്ട് പറയും പൂർവികരുടെ പ്രശ്നമുണ്ട്, ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കണം. കഴിഞ്ഞു. ഈ പാവപ്പെട്ട ഫാമിലികൾ പൈസ ഉണ്ടാക്കാനായിട്ട് ഓടി നടന്ന് ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് പൈസ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ഈ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കാനായിട്ട് പൈസ കൊടുക്കും. നമ്മൾ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ വലയാണെന്ന് വേറൊരാൾ വന്ന് പറഞ്ഞു എന്ന് വെക്കും.
നമ്മൾ ആ ആൾക്ക് ഭക്ഷണത്തിനായിട്ട് പൈസ കൊടുക്കുകയാണ്. ഈ ഭക്ഷണം വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുക്കുന്നു. ഈ പൈസ കൊണ്ട് ഈ ആള് ആ ആവശ്യമുള്ള ആൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അത് ശരിയായ രീതിയിൽ അവിടെ എത്തിയിട്ടുണ്ടോ, ആ ആൾക്ക് ആശ്വാസം കിട്ടിയോ, ഇത് നമ്മൾ അന്വേഷിക്കണം. അല്ലാതെ വന്നൊരാൾക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ആവുമ്പോൾ ആവശ്യക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ നീ ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലം പൂർണ്ണതയിലെത്തിയിട്ടില്ല. അവർ പറയും ഞാൻ കൊടുക്കാനത് കൊടുത്തു, ഇനി അവർ പറ്റിച്ചെടുത്തെങ്കിൽ അവർ അനുഭവിച്ചോട്ടെ. അല്ല, അങ്ങനെയല്ല. നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചാൽ ആൾക്ക് ഭക്ഷണം കിട്ടണം. അല്ലാണ്ട് നമ്മൾ നമ്മുടെ കടമ തീർക്കാൻ ഒരാളുടെ കൊടുത്തു, ഇനി ഭക്ഷണം കിട്ടിയെങ്കിൽ കിട്ടി. അവിടെ സൽപ്രവൃത്തിയിൽ ന്യൂനത വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അനുദിന തെറ്റുകളുടെ പരിഹാര ജപത്തിൽ പറയുന്നുണ്ടല്ലോ, നിത്യപിതാവേ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ സൽപ്രവൃത്തിയിൽ വന്നുപോയ കുറവുകളെ പരിഹരിക്കാൻ കർത്താവേ ശംശേരത്തിരി ഹൃദയം അതിൻ്റെ എല്ലാ പീഡകളോടും യോഗ്യതയോടും കൂടെ കാഴ്ചവെക്കുന്നു എന്ന് ക്ലാരപുണ്യവതിയുടെ ഞാൻ പറഞ്ഞല്ലോ ആ മഠത്തിൽ പ്രാർത്ഥിച്ചത് ആ സിസ്റ്റർ. അപ്പോൾ നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കുള്ള ആൾക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ചുമതലയുണ്ട്. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഗ്രിഗോറിയൻ കുർബാനയും. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഈ പൈസ ഓരോ വ്യക്തികളുടെ കയ്യിലാണ് കൊടുക്കുക. ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും, ഗ്രൂപ്പുകൾ മെമ്പറായിരിക്കാം, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് പറയാനുള്ള കാരണം കുറച്ച് അനുഭവങ്ങൾ ഇപ്പം അടിക്കടി വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പൈസ കൊടുക്കും, അപ്പോൾ അവർ പറയും ഞങ്ങൾ ഈ ആൾക്ക് വേണ്ടി ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കാം കേട്ടോ എന്ന് പറയും. ഈ ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുക? അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഏത് ഫാദറാണ് ഇത് അർപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഏത് ദിവസമാണ് ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെയാണ് ഇത് അർപ്പിക്കുക എന്ന് നമ്മൾ അറിയണം. വ്യക്തമായിട്ടുള്ള ആധികാരികമായിട്ട് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അറിയണം. ഇനി ചിലപ്പോൾ നമ്മളിങ്ങനെ സംശയം ചോദിക്കുമ്പോൾ ഈ ബ്രദർ എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ ചേട്ടൻ എന്ന് പറയുന്നവരോ ചേച്ചി എന്ന് പറയുന്നവരോ പറയും ഈ ഫോൺ എടുത്തോ, ഫാദറാണ് സംസാരിക്കുന്നത്, നിങ്ങളെ ഫാദർ വിളിക്കും. നിങ്ങളെ ഒരു പുരുഷൻ വിളിക്കുമ്പോൾ ഇത് ഫാദറാണോ അങ്ങേ തലക്കിലുള്ളത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ട് ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് കൊടുക്കണം. എവിടെയാണ് ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കുക? സാധാരണ നമ്മുടെ ഇടവകളിലൊന്നും ഇത് അർപ്പിക്കാൻ ഏറ്റെടുക്കില്ല, കാരണം അവർക്ക് വേറെ ഇന്റൻഷൻ ഉണ്ട്. ഇത് കൊണ്ടു കൊടുക്കേണ്ടത് സന്യാസ ആശ്രമങ്ങളിൽ ഇടവകയല്ലാത്ത പുരോഹിതന്മാർ ഒന്നിച്ച് താമസിക്കുന്ന സന്യാസ ആശ്രമങ്ങളിലാണ് ഇത് എടുക്കുക. അവിടെ പോയാൽ നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ അവരൊരു റെസീറ്റ് തരും, പൈസ വാങ്ങിയതിൻ്റെ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് ഈ കുർബാന അർപ്പിക്കുക എന്ന് പറയും. ഏത് ഫാദറാണെന്നൊന്നും പറയാം അതന്വേഷിക്കേണ്ട, ഏത് പുരോഹിതനായാലും ഈശോയുടെ അഭിഷിക്തൻ. അപ്പോൾ അവർ വാങ്ങി വെച്ച പൈസ അതേ ഡേറ്റിൽ ആ ആശ്രമത്തിൽ അത് ചൊല്ലിയിരിക്കും ഇയാളുടെ പേര് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നമ്മുടെ അവിടെ ഈ ഒരു നിയോഗത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഉറപ്പായി നിങ്ങൾ എപ്പോഴും ഗ്രിഗോറിയൻ കുർബാന ആരുടെയും കയ്യിൽ പൈസ കൊടുത്ത് ഇങ്ങനെ ശല്യിപ്പിക്കരുത്. ഈ ഫാദർമാരുടെ റെസീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് അവിടെ ശരിക്കുള്ള ഫാദർമാരുടെ കയ്യിലാണ് എത്തുന്നത് അറിയില്ല. നിങ്ങളോട് ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, ഒരു ഫാദറിൻ്റെ പോലെ കാപ്പയൊക്കെ ഇട്ട് ഒരു മനുഷ്യൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. ഫാദർ അല്ലായിരുന്നു. കാപ്പയൊക്കെ ഇന്ന് വിലയ്ക്ക് വാങ്ങാൻ എത്ര കിട്ടും? ഫാദർ അന്ന് പറഞ്ഞ അങ്ങേ തലക്കിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവരിപ്പോൾ ഫാദർ എന്ന് വിശ്വസിക്കുകയാണ്. ഒരിക്കലും നമ്മളിങ്ങനെ ഒരു ചതിയിൽ പെടരുത്. നിങ്ങൾ ഏത് സ്ഥലത്താണ്, അവിടെ സന്യാസാശ്രമങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പൂത്തോള് കപ്പുച്ചനാശ്രമമുണ്ട്, അവിടെ പോയി കൊടുക്കാം. മിഷൻ കോട്ടേഴ്സിൻ്റെ അവിടെ CMI സഭയുടെ ഭോപ്പാൽ പ്രൊവിൻസിൻ്റെ സാഗർ ഭവനുണ്ട്. പൂങ്കുന്നം ഭാഗത്ത് ദേവമാത പ്രൊവിൻസിൻ്റെ ആശ്രമങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ OCD അങ്ങനെ കുറേ കോൺഗ്രിഗേഷൻസ് കുറേ സഭകളുണ്ടല്ലോ. അതായത് രൂപത ഇടവക വികാരി അല്ലാത്ത സമൂഹങ്ങൾ, രൂപതയുടെ അല്ലാത്തത്,
ഇനിയിപ്പോൾ തൃശ്ശൂർ നമ്മുടെ DBCS അരമനയിൽ പോയാൽ ഗ്രിഗോറിയൻ കുർബാനയ്ക്കുള്ള വിങ് ഉണ്ട്. അവിടെ പോയി നമുക്ക് ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കുമെന്ന് പറഞ്ഞാൽ റെസീറ്റ് തരും. ഒരു പുരോഹിതൻ നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ അർപ്പിക്കും, ഡേറ്റും തരും. പിന്നെ ഒരു ടെൻഷനുമില്ല. ആ കുർബാന അവിടെ അർപ്പിക്കപ്പെടും. നമ്മളും ഈ കുർബാന ഇവിടെ നമ്മുടെ സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് കൂടിയാൽ മതി. അതുകൊണ്ട് പ്രത്യേകം ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സംശയങ്ങളുള്ളവർ ഇതൊന്ന് കേൾക്കണം എന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾ പറ്റിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. അതുപോലെ തന്നെ ഇപ്പോൾ അന്ത്യകാലമാണ്. അന്ത്യകാലത്തിലേക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരുക്കമൊന്നല്ല പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു ബ്രദർമാരും ഒരു സിസ്റ്റേഴ്സും, സിസ്റ്റർ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ സിസ്റ്റർ എന്ന് വിളിക്കും. ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴേക്കും ആളെ ബ്രദർ എന്ന് വിളിക്കും. എന്നിട്ട് ഈ ബ്രദർ എന്ന് പറയുന്നവരും സിസ്റ്റർ എന്ന് പറയുന്നവരും വീട് വീടാന്തരം കയറി ഇറങ്ങി പറയും, നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഒരു പാപം കിടക്കുന്നുണ്ട്, ഏത് പൂർവീകരുടെ, അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആർക്കറിയാം? 10 തലമുറയ്ക്ക് മുമ്പ് 14 തലമുറയ്ക്ക് മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രിഗോറിയൻ കുർബാന അർപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പം പാവം വീട്ടുകാർ ഗ്രിഗോറിയൻ കുർബാനയുടെ പൈസ ഇവിടെ കൊടുക്കും. ഈ പൈസ പോകുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ല. അതല്ലെങ്കിൽ അന്ന് വന്ന് പ്രാർത്ഥിച്ചതിന് ഒരു 1000 രൂപ കൊടുക്കും. ഞാൻ ഇത് പറയാൻ കാരണം 2-3-4 വ്യക്തികളായി ഇപ്പം എൻ്റെ അടുക്കൽ വരുന്നു. ഇന്ന ആൾ ഇന്ന ബ്രദർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, പിശാചിനെ ബന്ധിച്ചു. ഞാൻ പറഞ്ഞാൽ പിശാചിനെ ബന്ധിച്ചു. പിശാചിനെ ബന്ധിക്കാനും അധികാരം കിട്ടിയിട്ടുണ്ടവരുണ്ടോ? പിശാചിനെ ബന്ധിക്കാനൊക്കെ മറിയം ത്രേസ്യാമ്മയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം. പിശാചിനെ ബന്ധിക്കാനായിട്ട് മെത്രാന്മാർക്കാണ് കഴിവ്. മെത്രാന്മാരത് പുരോഹിതന്മാർക്ക് കൊടുക്കണം. പുരോഹിതന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഉപവാസം പ്രാർത്ഥനയിലായിരിക്കുന്ന പുരോഹിതരായിരിക്കും ഇത് പിശാചിനെ ബന്ധിക്കുക. നമുക്കറിയാലോ, പിശാച് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഫുള്ളായിട്ട് അവൻ തിന്മയാണ്. അപ്പോൾ അവനെ എതിരിടണമെങ്കിൽ ഫുള്ളായിട്ട് നന്മയുള്ള ഒരാളായിരിക്കണം. അഹങ്കാരമാണ് അവൻ്റെ മെയിൻ മുദ്രയെങ്കിൽ ഏറ്റവും എളിമയുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം ഈ പിശാചിനെ പുറത്താക്കേണ്ടത്. കുറേ പേരിങ്ങനെ സംശയങ്ങൾ ചോദിക്കും, ഇന്ന ആൾക്ക് ഭയങ്കര അഹങ്കാരമുണ്ട്, ജഡികാസക്തി ഉണ്ട് ചേച്ചി, ഈ ആൾ പിശാചിനെ പുറത്താക്കാൻ പോകുന്നത്, പിശാച് പുറത്താവോ? പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ എളിമ ഉണ്ടെങ്കിലാണ് പിശാച് പുറത്താവുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് കേട്ടത്, ഒരു പിശാചിനെ പുറത്താക്കി വീട്ടിൽ നിന്ന്, അപ്പോൾ അതിനൊരു 10,000 രൂപ. 2 പിശാചിനെ പുറത്താക്കിയാൽ 20,000 രൂപ. കുറേ ചതി പെട്ടപ്പോഴാണ് പിന്നെ അവർ വരുന്നത്. കാരണം അവിടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ കെട്ടി പിശാചുക്കളൊക്കെ എന്താ ഉണ്ടായത്? പിശാചിന് ഇത്ര പേരത്ത് പിശാചുക്കളെ കെട്ടിയില്ലേ? ബന്ധിച്ചു. ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധിക്കുകയല്ലേ? ബന്ധിക്കുക, ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടാം. അങ്ങനെ ആ പിശാചുക്കൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ഈ പ്രശ്നം വീണ്ടും വരണേ? ഞാൻ തമാശയ്ക്ക് ചോദിച്ചപ്പോൾ കെട്ടിയ പിശാചുകളൊക്കെ കെട്ടഴിഞ്ഞ് പോയോ, അതോ 10,000 രൂപയുടെ സ്ട്രോങ് കഴിഞ്ഞോ? പ്രിയ സഹോദരങ്ങളെ, അവസാന കാലത്ത് നിങ്ങൾ കരുതിയിരുന്നു ചതിയിൽ പെടാതെ. എന്താണ് യുഗാന്ത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊന്നും ചെയ്യണ്ട. പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആദ്യത്തെ അടയാളം ആകാശത്ത് വരുമ്പോൾ ലോകം മുഴുവനുമുള്ള മക്കളും അഹങ്കാരം വെടിഞ്ഞ് എളിമപ്പെട്ട് മനസ്തപിച്ച് അനുതപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പാപികളുടെ മാനസാന്തരത്തിന്. നമ്മുടെയും ഗരബന്താള് പറഞ്ഞാൽ ആദ്യം ഒരു അടയാളം ആകാശത്ത് വരും. ആ ലേഡിയോ ഗുഡ് സക്സിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കരുണയുടെ അവസാന മണിക്കൂറിലും എല്ലായിടത്തും പ്രവചനങ്ങൾ സഗദാശിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആദ്യത്തെ അത്ഭുതം അടയാളം നമ്മുടെ ആകാശത്ത് വരുമ്പോൾ ലോകം മുഴുവനുമുള്ള മനുഷ്യർ മനസ്താപപ്പെടണം, മാനസാന്തരപ്പെടണം. എന്നിട്ട് ഒരാൾ പോലും നഷ്ടപ്പെടാതെ പിതാവിൻ്റെ പക്കൽ ഉണ്ടാകണം നിത്യജീവിതത്തിൽ, സ്വർഗരാജ്യത്തിൽ. അതിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ധാരാളം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കും. അതാണല്ലോ മെജിഗോരയിൽ വിസ്കയോട് പറഞ്ഞത്. നമ്മളിങ്ങനെ ധാരാളം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ തീവ്രത കുറയും, ആത്മാക്കൾക്ക് അനുതാപം വരും,
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളും കൂടി സഹായിച്ച് വിമല ഹൃദയം അന്തിമ വിജയം വരിക്കും. അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അന്ത്യകാലത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മൾ നല്ല ജീവിതം നയിച്ച് ചതി വഞ്ചന അല്ലെങ്കിൽ അശുദ്ധി, അഹങ്കാരം, ദേഷ്യം, കോപം ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കി സ്നേഹത്തിന്റെ ജീവിതം നയിക്കാനാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയോ സഹനം ഏറ്റെടുത്ത് മാപ്പാക്കണേ, പരിഹാര ജപം ചൊല്ലി മാപ്പാക്കണേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക. പൈസ കൊടുക്കാനില്ലെങ്കിലും നമ്മൾ തന്നെ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയിൽ അവരെ സമർപ്പിക്കുക. പൈസ കൊടുത്താലോ ദാവീദിന്റെ പോലെ ചെലവില്ലാത്ത ബലിയല്ല, എൻ്റെ ചെലവും കൂടി എൻ്റെ സഹനം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ദശാംശം കൊടുക്കുക. നന്നായി, അത് ഏറ്റവും നല്ലത്. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഓടി നടന്ന് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കുർബാന അർപ്പിക്കാൻ കൊടുത്ത പൈസ കൊണ്ട് കുർബാന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അപ്പൊ പറയും ഞങ്ങൾക്ക് പരിചയമുള്ള സഹോദരനാ. പരിചയമൊന്നും ഇതിന് നോക്കരുത്. കറക്റ്റായിട്ട് റെസീറ്റ് മേടിക്കണം. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ഏത് സ്ഥലത്ത് താമസിക്കുന്ന അവിടെ ഉണ്ട്. എറണാകുളത്താണെങ്കിൽ ഇഷ്ടം പോലെ ആശ്രമങ്ങളുണ്ട്. നിങ്ങളിനി കോട്ടയത്താണോ അവിടെയുണ്ട് ഇഷ്ടം പോലെ ആശ്രമങ്ങൾ. അത് തൃശ്ശൂരാണ് അവിടെയുണ്ട്, കോഴിക്കോടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ആശ്രമങ്ങളില്ലാത്തത്? ഇനി അങ്ങനെ ആശ്രമങ്ങളില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ആശ്രമത്തിൽ തൃശ്ശൂർ DBCLസിലെ നമ്പർ ഉണ്ടെങ്കിൽ അതിനോട് വിളിച്ചു വെച്ചാൽ അവിടെ ഗൂഗിൾ പേ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ വലിയ ഈ ചതി അവസാന കാലത്ത് നന്മയുടെ മൂടുപടം അണിഞ്ഞ് തിന്മ വരും. ലോകം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാലും ചിലരുടെയൊന്നും ലക്ഷ്യങ്ങളിൽ മാറ്റം വന്നിട്ടില്ല. എല്ലാത്തിനും എണ്ണി ദൈവ തിരുമുമ്പിൽ കണക്ക് കൊടുക്കേണ്ട വരും എന്ന് ചിന്തിക്കാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരും ബോധവതികളുമായിരിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരാൾക്ക് കുർബാന അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആശ്രമങ്ങളിൽ പോയി പുരോഹിതന്മാരെ നേരിട്ട് ഏൽപ്പിച്ച് റെസീറ്റ് വാങ്ങി ഡേറ്റും വാങ്ങി നിങ്ങളുടെ കുടുംബത്ത് വരണം. എന്നിട്ട് നിങ്ങളുടെ ഇടവക പള്ളിയിലോ നിങ്ങൾ പോകുന്ന പള്ളിയിൽ എവിടെയാണെങ്കിലും അവിടെ കുർബാനകൾ അർപ്പിക്കണം. അപ്പോൾ ഫലം കിട്ടും. ഫലം കിട്ടിയ അനേകം മക്കൾ എനിക്കറിയാം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെ എൻ്റെ ആങ്ങള കുർബാന അർപ്പിച്ചിട്ട് ആങ്ങളയ്ക്കൊരു അനുഭവമുണ്ടായി. അമ്മയെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇങ്ങനെ കാണണമെന്നില്ല. അത് വിചാരിച്ച് ഞങ്ങൾ ഇത് കുർബാന അർപ്പിച്ച ആത്മാവ് ശരിയായില്ലയോ അങ്ങനെ വിചാരിക്കേണ്ട. അത് ദൈവം പലർക്കും പല അടയാളങ്ങൾ കൊടുക്കണം, അത്രയേ ഉള്ളൂ. 30 കുർബാന അർപ്പിച്ചാൽ എന്തായാലും ഒരു ആശ്വാസം കിട്ടും. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ കൂടി നീക്കാം. ഒരു 30 കുർബാനയ്ക്ക് പണം കൊടുത്താൽ ശരിയായി, എൻ്റെ ഡാഡി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ അമ്മാമ്മ രക്ഷപ്പെട്ടു, എൻ്റെ അമ്മ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ആ സന്യാസിക്ക് 30 കുർബാന അർപ്പിച്ചപ്പോൾ വിടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളുടെ തോതനുസരിച്ചായിരിക്കും പൂർണ്ണ വിടുതൽ കിട്ടുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 30 കുർബാന അർപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചും പ്രാർത്ഥിക്കേണ്ട. അങ്ങനെ ഒരിക്കലും പറഞ്ഞ് അവരെ മാറ്റി നിർത്തരുത്. ലോകാവസാനം വരെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. നമ്മളൊരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് ആ ആത്മാവിന് ആവശ്യമില്ലെങ്കിൽ പരിശുദ്ധ അമ്മ ആ പ്രാർത്ഥനയെടുത്ത് ഏതെങ്കിലും ആവശ്യമുള്ള 3-ാം തലത്തിലോ 7-ാം തലത്തിലോ ഒക്കെ കിടക്കുന്ന ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, മാതാവേ ഈ കുർബാനകളിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ഞാൻ ഇന്ന ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാഴ്ചവെക്കുന്നു. ആത്മാവിന് അത് ഇപ്പോൾ ആവശ്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും ആവശ്യമുള്ള മറ്റാത്മാക്കൾക്ക് ഇത് കൊടുക്കണേ പരിശുദ്ധ അമ്മേ. അമ്മ കൊടുത്തിരിക്കും, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നല്ലതാണ്. പ്രിയ സഹോദരങ്ങളെ, ഗ്രിഗോറിയൻ കുർബാനയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോൾ തീർന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും ചതിയിൽ പെടല്ലേ. നിങ്ങൾ ഓരോ വ്യക്തികൾ ഓരോ കുടുംബത്ത് വന്ന് പറയും ഇന്ന പ്രശ്നമുണ്ടല്ലോ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ ഇന്ന് ഇല്ല സഹോദരങ്ങളെ. എവിടെ പ്രശ്നങ്ങളില്ലാത്തത്? അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ചിലരുണ്ട് തലമുറയുടെ ശാപമുണ്ടെന്ന് പറയുന്നുണ്ട്, ഓരോരോ സ്ഥലത്തുനിന്ന് കേട്ട് വരും. ഇപ്പം തന്നെ എനിക്കൊരു ഫോൺ വന്നുള്ളൂ, തലമുറയുടെ ശാപം മുഴുവൻ ഈ കുട്ടിയിലെന്നാ പറഞ്ഞിരിക്കണേ. അതെ, എന്നിട്ട് അതാരാ പറഞ്ഞ? അതൊരു ബ്രദറെ പറഞ്ഞ്. എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ പരിഹാരം കൂടി ബ്രദർ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ആർക്കാ പറയാൻ കഴിയാത്ത ഒരു വീട്ടിൽ ചെന്നിട്ട് തലമുറയുടെ ശാപം കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തലമുറയിലേക്ക് രണ്ടാമത് മരിച്ചു പോവോ 14 തലമുറയ്ക്ക് മുമ്പ്? അപ്പോൾ ഇതൊന്നും ചോദിക്കാനോ അറിയാനോ ഇനി എൻ്റെ പൂർവികർ ചെയ്ത പാപം എന്താണ്
എന്തുകൊണ്ട് എങ്ങനെ വേണ്ട, അവരുടെ പാപം അന്വേഷിക്കണ്ട. നമ്മൾ ഇത്രയേ ഉള്ളൂ, പരിഹാര ജപം തന്നിട്ടുണ്ടല്ലോ. ആ പരിഹാര ജപത്തിലൂടെ മാപ്പാക്കണേ, കരുണ കാണിക്കണമേ, ഞങ്ങളുടെ പൂർവികർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരുരക്തം അതിൻ്റെ പരിഹാരമായിട്ട് ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് കുർബാനയിൽ അങ്ങോട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, അനുഭവം അപ്പം നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഓരോരുത്തർ വീടുകളിൽ വന്ന് കയറി വന്നിട്ട് അങ്ങനെ പ്രശ്നമുണ്ട്, ശാപമുണ്ട്, പാപമുണ്ട്, എന്ത് ചെയ്യണ്ട ഓടി നടക്കുക, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കില്ല. അവർക്ക് വാങ്ങേണ്ട പൈസയും വാങ്ങി പോവും. ഇനി പരിഹാരത്തിന് വേറെ സ്ഥലത്ത് വരും. അങ്ങനെ അനേകം മക്കൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് വിടും, ആരുടെ വീട്ടിലെ പൂർവികർ പാപം ചെയ്യാത്ത, പൂർവികരുടെ പാപം അന്വേഷിച്ച് നിങ്ങളിപ്പോൾ നടക്കണ്ടെന്ന് പറയും. നമ്മുടെ പാപം ഉണ്ടല്ലോ, അതുപോലെ തന്നെ പൂർവികരും പാപം ചെയ്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാന അർപ്പിക്കുക. എബോർഷൻ നടന്നിട്ടുണ്ടോ, മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക, മരണം വരെ. മറ്റുള്ളവരുടെ കുടുംബം തകർത്തിട്ടുണ്ടോ, മരണം വരെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. തെറ്റിപ്പോയി കർത്താവേ, ഇനി ആ തകർത്ത കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്ക്. അതൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ചെമ്മരിയാടുകളുടെ വേഷം ധരിച്ചു വരുന്ന ഈ ചെന്നായകൾക്ക് നമ്മൾ പൈസ കൊടുത്ത് ഒന്നും അല്ലാത്ത രീതിയിലാവരുത്. കുറേ മക്കൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ കുറേ മക്കൾ ഈ ഗ്രിഗോറിയൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രിഗോറിയൻ കുർബാന ഇങ്ങനെയാണ്. ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചാൽ നല്ലത്. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അർപ്പിക്കേണ്ട. പൈസ നോക്കിയിട്ടല്ല കർത്താവ് ഓരോ കുർബാനയിലും തിരുരക്തം ഒഴുകുന്നത്. നിന്റെ മനസ്സാണ് കർത്താവ് നോക്കുക. നീ എന്തുമാത്രം വിഷമിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ലോകത്തിന് വേണ്ടി, നീ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് നിന്റെ പൂർവികരുടെ പാപം മൂലം, അവർ നിന്ന് പാപം ചെയ്തല്ലോ. നിന്റെ മനസ്സിൻ്റെ ആകുലതയും വിഷമൊക്കെയാണ് ഈശോ നോക്കുന്നത്, വിശുദ്ധിയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഈ ബോധ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച്, അന്ത്യകാലമാണ്, പലരും വന്ന് കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് മനസ്സാകെ പ്രശ്നം. ചിലർ ചെന്നിട്ട് പറയും ഓട്ടിസം ഇപ്പം മാറുന്നു, സൗഖ്യപ്പെട്ടു. എവിടെ? ഓട്ടിസം ഒന്നും മാറിയില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയും ഓട്ടിസം മാറുന്ന പ്രാർത്ഥിക്കാൻ. ഇല്ല, ഞാൻ മാറുന്ന കാണിക്കുന്നില്ല മാറുന്നത്. പണ്ടൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പം സന്ദേശം ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടിസം സാധനമായിട്ട് തന്നതാ. ഞാനിപ്പോൾ എൻ്റെ ആമാശയം പോയെന്ന് പറഞ്ഞ് എന്തിനാ ഞാൻ ബ്രദർമാരുടെയും ചേച്ചിമാരുടെയും അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് എനിക്ക് തന്ന സഹനാണ്, അത് സന്തോഷത്തോട് സ്വീകരിക്കുക. ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക്, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുക. കർത്താവ് അത്ഭുതങ്ങൾ നടത്തണമെങ്കിൽ നടത്തി കാണിക്കും സഹോദരങ്ങളെ. അതിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളൊരിക്കലും ചതിയിൽ പെടാതിരിക്കുക. അന്ത്യകാലമാണ്, വിവേചനമുള്ളവരായിട്ട് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക. പല ടോക്കുകളും കേൾക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ഞാൻ കുറച്ച് പേരുടെ പറഞ്ഞു, നിങ്ങൾ ഈ ടോക്കുകൾ കേൾക്കുന്നതൊക്കെ നിർത്ത്, ഒറ്റ കാര്യം ചെയ്യേണ്ടത് നല്ല ജീവിതം നയിക്കുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് വിട്ട് ഇങ്ങോട്ട് പോകണം, ഇവിടുന്ന് വിട്ട് എവിടെയും പോയിട്ട് കാര്യമില്ല, സഹനം എവിടെ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഈ കഷ്ടകാലം വണ്ടി പിടിച്ചിട്ട് വരാമെന്ന് അമ്മമാർ പറഞ്ഞിട്ടുണ്ട്. കഷ്ടകാലം ചിലപ്പോൾ കഷ്ടകാലം ഓട്ടോറിക്ഷ പിടിച്ച് വന്നെന്ന് പറയും. അപ്പം ഞാൻ പറയും കഷ്ടകാലം എൻ്റെ ജീവിതത്തിൽ പ്ലെയിൻ പിടിച്ചാൽ വന്നേക്കണേ. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ കാലം, അത് കർത്താവ് അനുവദിച്ചതാ. അതിൽ കൂടെ കടന്നു പോകുക. ഒന്നുകിലും മരിക്കും, അല്ലെങ്കിൽ ഈ സഹനങ്ങളൊക്കെ എടുത്താൽ കുറേ ആത്മാക്കളെ നേടും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഇത് കുറേ പേര് പറഞ്ഞതുകൊണ്ടാണ് ഈ ഗ്രിഗോറിയൻ മാസിനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾ ഗ്രിഗോറിയൻ മാസം നിങ്ങളുടെ അടുത്തുള്ള ആശ്രമങ്ങളിൽ ഏൽപ്പിച്ച് സമാധാനമായ ഡേറ്റുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നമുക്ക് എപ്പോഴും തെളിവ് വേണം. നമ്മൾ ഈ ശുദ്ധീകരാത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയേണ്ട ചുമതല നമ്മുടെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.